അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബർ റിക്വസ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അത് തന്നെ. അപ്പം നമ്മൾ ആദ്യത്തെ സബ്സ്ക്രൈബറിന്റെ പേര് ജെയ്സൺ സ്റ്റീഫൻ. പുള്ളിക്കാരൻ ഒരു 4-5 തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറെ സബ്സ്ക്രൈബർ, പുള്ളിക്കാരന്റെ പേര് ഡാഡോ 2.0 എന്നാണ്. പുള്ളിക്കാരന്റെ പേരല്ല, പുള്ളിക്കാരന്റെ യൂട്യൂബ് ഐഡി ആയിരിക്കും അല്ലേ. നമ്മൾ അന്ന് ഡ്രീം ക്യാച്ചറിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ പിന്നെ അദ്ദേഹം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരെന്താന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതേപോലെ നമ്മുടെ ഡാഡോ 2.0യും ഈ വീഡിയോയുടെ താഴെ താങ്കളുടെ പേരെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഡാഡോ 2.0യും ഒരു 3-4 തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ട കമന്റ്സുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞ തിയേറ്റർ ഏതാ? പാർത്ത തിയേറ്റർ. അതെ, നമ്മുടെ കൊല്ലത്തെ കല്ലുംതാഴത്തുള്ള പാർത്ഥസാരഥി തിയേറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ അതിന്റെ പേര് പാർത്ത മൂവി ഹൗസ് അല്ലേ. അപ്പൊ നമ്മുടെ പാർത്ഥസാരഥി തിയേറ്ററിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കമന്റ് ചെയ്തേക്കുന്നത്. കുറെ തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും തവണ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെ. അപ്പൊ ജെയ്സൺ സ്റ്റീഫൻ ആൻഡ് ഡാഡോ 2.0 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് കൊല്ലം പാർത്ഥസാരഥിയിലേക്ക് പോകാൻ പോവാണേ. അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലം പാർത്തയിൽ പോയിട്ട് ഏത് സിനിമ കാണുന്നത്? മേപ്പടിയൻ. അതെ, ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി 14 ജാനുവരി 14 റിലീസാകുന്ന 2 സിനിമകളാണ്. ഒന്ന് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ മേപ്പടിയാനും, പിന്നെ ഒന്ന് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നുള്ള സിനിമ അല്ലേ. അപ്പൊ ഈ 2 സിനിമയാണ് ഇന്ന് റിലീസായിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ സിനിമയായ മേപ്പടിയാനാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ കൊല്ലം പാർത്തയിൽ പോയിട്ട് കാണുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 കാണാൻ പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കാം. അല്ല, ഈ സിനിമ എന്തായാലും ഉണ്ണിമുകുന്ദന്റെ സിനിമ ആയതുകൊണ്ട് ഒരു മിനിമം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത്, രാത്രിയിലാണ് ബുക്ക് ചെയ്ത്, എന്നിട്ട് പോലും ഒരു സീറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു സീറ്റ് അല്ലേ, ഒരേ ഒരു സീറ്റ്, ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ഒരു സീറ്റും കൂടെ മാത്രമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. വേറെ ആരും ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ സിനിമ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഈ പാർത്ഥസാരഥിയിലെ ഫസ്റ്റ് ഷോ ആയിട്ടോ, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫസ്റ്റ് ഷോ വരുന്നത്, നമ്മുടെ മേപ്പടിയാണ് ഫസ്റ്റ് ഷോ. അപ്പൊ അതിനാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവരും ചെന്നിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അതെ, എന്തായാലും ഷോ ക്യാൻസൽ ആകത്തില്ല എന്നാണ് ഒരു പ്രതീക്ഷ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട്, റിലീസ് ഡേറ്റും കൂടെ ആയതുകൊണ്ട് ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 സിനിമ കാണാൻ പോയപ്പോൾ അത് ക്യാൻസൽ ആയ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ പാൻ സിനിമാസിൽ പോയിട്ട് 2 കാണാൻ കയറിയിട്ട് ഞങ്ങൾ 2 പേരുണ്ടായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിലെ കൺവീനിയൻസ് ഫീ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത് ആ ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ടുണ്ട് കേട്ടോ. കൺവീനിയൻസ് ഫീ ഒന്നും അങ്ങനെ അവർ പിടിച്ചിട്ടില്ല. സാറ് മാനിനല്ലേ. അപ്പം ബുക്ക് മൈ ഷോ എന്തായാലും സിനിമ ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഫുള്ള് നമുക്ക് റീഫണ്ട് വരും, കൺവീനിയൻസ് ഫീ ഒന്നും പിടിക്കത്തില്ല. അതിന്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ 7-ാം തീയതി ആണല്ലോ, ജാനുവരി 7-നാണ് സിനിമ ക്യാൻസൽ ആയത്. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് 12-ാം തീയതിയാണ് എനിക്ക് പൈസ റീഫണ്ട് കിട്ടിയത്. പക്ഷെ അവിടെ ചോദിച്ചപ്പോൾ 2 വർക്കിംഗ് ഡേ എന്ന് അവര് പറഞ്ഞിരുന്നു. 2 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് കയറുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് കയറിയത്. അതിന് പുറകിലൊരു കാര്യമുണ്ട്. ഈ ഷോ ക്യാൻസൽ ആയ ദിവസം തന്നെ ഞാൻ ബുക്ക് മൈ ഷോയ്ക്ക് ഓൾറെഡി ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഷോ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചു. അപ്പോൾ ഒരു റിപ്ലൈ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ബുക്കിംഗ് ഐഡിയയിൽ പ്രത്യേകിച്ച് കാര്യമായ കൺസേൺ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടില്ല നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് അങ്ങനെ അങ്ങ് വെച്ചിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും കാര്യമായിട്ട് അനക്കമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ 12-ാം തീയതി നമ്മുടെ പാൻ സിനിമാസിലോട്ട് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, നിങ്ങളിങ്ങനെ 7-ാം തീയതി ഷോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം പൈസ നമുക്ക് ഇതുവരെ റീഫണ്ട് കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ബുക്കിംഗ് ഐ ഡി മേടിച്ചു. ബുക്കിംഗ് ഐ ഡി മേടിച്ചിട്ട് അവർ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ച് വിളിച്ചില്ല. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അതെ, അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 7 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് കയറും എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും അന്ന് വൈകിട്ട് തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ബുക്ക് മൈ ഷോയിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ റീഫണ്ട് പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എമൗണ്ട് നോക്കിയപ്പോൾ കറക്റ്റ് എത്രയാണോ നമ്മൾ ബുക്ക് ചെയ്ത എമൗണ്ട്, ആ എമൗണ്ട് പൈസ തന്നെ നമുക്ക് തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഷോ ക്യാൻസൽ ആയാലും നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. പിന്നെ ഈ ഒരു ആഴ്ചയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആഴ്ച റിലീസ് ചെയ്യാൻ ഒരു സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ ജാനുവരി 13 നമ്മുടെ അജിത്തിന്റെ വലിമൈ സിനിമ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദുൽഖറിന്റെ സല്യൂട്ട്, നല്ലൊരു തിയേറ്ററിൽ പോയി കാണാമെന്ന് ഓർത്തോണ്ടിരുന്നു, അതെന്തായാലും മിസ്സായി. അതെ, ഈ ജാനുവരി 14 ശരിക്കും പറഞ്ഞാൽ മേപ്പടിയാനും സല്യൂട്ടും ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ സല്യൂട്ടും റിലീസ് മാറ്റി വെച്ചു. പിന്നെ വിശാലിന്റെ ഒരു സിനിമ വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി RRR സിനിമ മാറ്റിയ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒമിക്രോണിന്റെ ഭാഗമായിട്ട് കുറേ സിനിമകൾ ഇങ്ങനെ റിലീസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്നാ റിലീസ് ചെയ്യുന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി RRR സല്യൂട്ടും ഒക്കെ ഒന്ന് കാണുന്നുണ്ടല്ലേ, നല്ല അടിപൊളി തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ മിസ്സായി പോയി. എന്തായാലും നമുക്ക് ഉണ്ണിമുകുന്ദനെ മേപ്പടിയാൻ കണ്ടിട്ട് സംതൃപ്തി അടയല്ലേ. പിന്നെ നമ്മുടെ പാർത്ഥസാരഥി സിനിമ തിയേറ്ററിന്റെ ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ കൊല്ലം ബൈപ്പാസ് ഉണ്ടല്ലോ, അവിടെ കല്ലുംതാഴ് സിഗ്നലിന്റെ തൊട്ടടുത്താണ് തിയേറ്റർ അല്ലേ. ഇതിന് അടുത്ത് വരുന്നൊരു തിയേറ്ററാണ് നമ്മുടെ കൊല്ലം ധന്യാരമ്യ, കടപ്പാക്കടയിലുള്ള അല്ലേ. നമ്മൾ ജാനേമൻ കാണാൻ പോയ ധന്യാരമ്യ, ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. ഇതിന് തൊട്ടടുത്താണ്. ഈ പാർത്ഥസാരഥിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ
ധന്യാരമ്യ തിയേറ്റർ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ റിലീസ് ഡേറ്റിൽ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് പോവാണല്ലേ മേപ്പടിയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രെയിലർ കണ്ടിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു കോമൺ മാൻ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയല്ലേ, സാധാരണക്കാരന്റെ ജീവിതം തോന്നുന്നു. കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇനി പോയി കണ്ടിട്ട് വേണം സിനിമ എങ്ങനത്തെ സിനിമയാണെന്നുള്ള കാര്യം അറിയാനായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ നമ്മുടെ മേപ്പടിയും കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 30 മിനിറ്റ് യാത്ര ഉള്ളൂ അല്ലേ, ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ, അല്ലെ അധികം കിലോമീറ്റർ ഒന്നുമില്ല. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ കൊല്ലം ബൈപ്പാസ് കല്ലുന്താഴ് സിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ദേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് തന്നെയാണ് ദേ ആ കാണുന്നത്, കണ്ടോ, സാരഥി എന്നാണ് ഇപ്പുറത്തെ സൈഡിൽ തിയേറ്റർ കേട്ടോ. അപ്പൊ നമുക്കിനി റൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കയറേ. നല്ല തിരക്കാ കേട്ടോ, നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കാണ്. സെക്യൂരിറ്റിയുടെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. യെസ്, നമ്മുടെ ഷോ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ അങ്ങോട്ട് കയറേ. ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ ഷോയ്ക്കും ഞങ്ങൾ നേരത്തെ എത്തുന്നതുകൊണ്ടേ നമ്മുടെ വണ്ടി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതേ ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊല്ലം ജില്ലയിലെ പാർത്ഥസാരഥി തിയേറ്റർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരതേ കണ്ടോ, ഇതാണ് ആ തിയേറ്റർ. ഈ തിയേറ്ററിന് തൊട്ട് മുമ്പിൽ കൂടെ പോകുന്ന റോഡ് ഓർമ്മയുണ്ടോ? ഒരു 3-4 മാസം മുന്നേ നമ്മളൊരു തമിഴ്നാട് ട്രിപ്പ് ചെയ്തായിരുന്നല്ലോ. അന്ന് നമ്മൾ ഈ ഹൈവേ വഴിയാണ് ബോർഡർ ക്രോസ് ചെയ്തത്, ഓർമ്മയുണ്ടോ? കയറി വരുമ്പോൾ തന്നെ മേപ്പടിയാൻ്റെ പോസ്റ്റർ കാണാം. പിന്നെ പ്രഭുദേവയുടെ ഒരു പടം റിലീസുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് സത്യം മാത്രമായി ബോധിപ്പിക്കുവിൻ്റെ പോസ്റ്ററാണ് കേട്ടോ. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ചാർജ് വരുന്നത് 220 രൂപയും 150 രൂപ കേട്ടോ. പിന്നെ 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പണ്ട് ഇതിൻ്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴേ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്നൊരു ചിത്രമാണിത് ഈ കാണുന്നത്. അങ്ങനെ തോന്നിയിട്ടുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെയും ഉണ്ട് ഉണ്ണി മുകുന്ദൻ്റെ ഒരു വലിയ ഫ്ലെക്സ് കേട്ടോ. മേപ്പടിയാൻ്റെ കുറേ പോസ്റ്ററുകൾ ഈ തിയേറ്ററിന് ചുറ്റും കാണാം കേട്ടോ. അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ്. നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. എൻ്റെ മോനെ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെണ്ടമേളമൊക്കെ ആയിട്ടാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് പൊളിക്കും കേട്ടോ. തിയേറ്റർ ആണെങ്കിൽ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇവർ വന്ന സ്ഥിതിക്ക് പൂരപ്പുറം പാക്കുമല്ലോ. അപ്പോൾ നമുക്കിനി ഇവരുടെ ചെണ്ടമേളവും ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും നമ്മൾ അകത്ത് വന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങൊരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി പാർത്ഥ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാം അല്ലേ. ചേട്ടൻ ഇവിടെ ടിക്കറ്റ് കീറിയിട്ട് ഇങ്ങനെ ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. തിരക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ റഷൊന്നുമില്ല. പിന്നെ ഫാൻസുകാർ വരുമ്പോഴത്തേക്ക് ഒരു ഓളാവും. ഈ കാണുന്നത് ഏറ്റവും പുറകിലത്തെ സോഫ സീറ്റാണ്. ഈ സീറ്റിനാണ് 220 രൂപ. ഇത് നോർമൽ സീറ്റാണേ, അതായത് 180 രൂപയുടെ സീറ്റ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഉറങ്ങിക്കിടന്ന തിയേറ്റർ ഫാൻസുകാർ വന്നപ്പോഴത്തേക്കും പൂരപ്പുറമ്പായി മാറിയല്ലേ. അപ്പം നമ്മുടെ മേപ്പടിയാൻ സിനിമയെ കുറിച്ച് സംസാരിക്കാം.
ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം കേട്ടോ. പടം അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് അടിപൊളി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേ കഥാപാത്രങ്ങളും കുറേ സന്ദർഭങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള കുറേ സാഹചര്യങ്ങളാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ സമ്മറി പറയുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജയകൃഷ്ണൻ അല്ലേ? ജയകൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൻ പുറത്തെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന അല്ലേ ഒരു കോമൺ മാൻ. പുള്ളിക്കാരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്താ പറയുക, ഇടിവെട്ടേറ്റവൻ്റെ കാലി പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അയ്യോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സൈജു ഗ്രൂപ്പിന്റെ ഒരു ക്യാരക്ടറുണ്ട്, എൻ്റെ മോനെ. അതായത് ഈ വാലും തലയും ഇല്ലാത്ത ആൾക്കാരുടെ വാക്ക് കേട്ട് നമ്മൾ ചെന്ന് പെടുമല്ലോ. പെട്ടിട്ട് നമ്മളിങ്ങനെ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിലുള്ള കുറെ പേരുടെ റെപ്രസെന്റേഷൻ തന്നെയാണ് സൈജു ഗ്രൂപ്പ്. അത് തന്നെ. അപ്പൊ ഇതുപോലത്തെ ആൾക്കാരുടെ വാക്ക് കേട്ട് നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മളൊരു അവസ്ഥയിൽ നിൽക്കുമല്ലോ. അതാണ് സിനിമ കേട്ടോ. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഈ സിനിമ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പടം ഇങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ എന്താ പറയുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോയി. ഈ സിനിമ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യാന്ന് പറയത്തില്ലേ, അതായത് സിനിമയിലെ സങ്കടം കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവത്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ അങ്ങനെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ. അതെ. നമ്മൾ ഇതുവരെ കണ്ട സിനിമകളൊക്കെ നമുക്ക് കണ്ടുപോകാന്നല്ലാതെ ഇത്ര ഇമോഷണൽ ആയിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമ കേട്ടോ ഇത് ചിലപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രം ആയിരിക്കത്തില്ല, ഇതുപോലെ ഇതേ ഇൻസിഡന്റ് ഉള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടും. കാര്യം അങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാരെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് സൈജു ഗ്രൂപ്പിന്റെ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരന്റെ ഒരു മാനറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക. അതുപോലെ തന്നെ അജു വർഗീസിന്റെ വേറൊരു ഗെറ്റപ്പ്. അതെ, അജു വർഗീസ് ഭയങ്കര എന്താ പറയാ, അജു വർഗീസ് വേറെ ലെവലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പത്തെ സിനിമ ഉണ്ടല്ലോ മറ്റേ താത്വിക അവലോകനം, അതിനകത്തും പുള്ളിക്കാരൻ കുറച്ചും കൂടെ വെറൈറ്റി ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റയർലി ഡിഫറെന്റ് കേട്ടോ, ഒന്നും പറയാനില്ല. എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ കോമഡി പരിവേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി സീരിയസ് ആയ ഒരു റോൾ ചെയ്തേക്കും. ഈ അജു വർഗീസിന്റെ നെഗറ്റീവിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതേ അല്ല ക്ലൈമാക്സ്. അതെ. വേറെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗംഭീരം കേട്ടോ, ഒന്നും പറയാനില്ല. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി സ്മിതയുടെ അഭിപ്രായം കൂടെ ചോദിക്കട്ടെ. നീ ഒന്ന് ശരിക്കും എന്താണ് നിനക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്? എനിക്ക് സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ സിനിമയെ കീറി മുറിച്ചൊന്നും കാണുന്ന ഒരാളല്ല, പൊതുവെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടേ. എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഒരു ക്യാമറ വർക്കെന്നോ ഡയറക്ടർ ബ്രില്യൻസ് എന്നോ എന്തുകൊണ്ടും നമുക്ക് പറയാം. അതായത് നമ്മൾ മറ്റേ കോഴിയെ കൊട്ട വെച്ചിട്ട് പിടിക്കുമല്ലോ, മറ്റേ ഇങ്ങനെ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ, കയറ് വെച്ച് വലിക്കുമ്പോഴത്തേക്ക് കോഴി ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമുക്കത് കാണും മനസ്സിലാവും, യെസ് ഒരു ട്രാപ്പ് അവിടെ വരുന്നുണ്ടെന്ന്. അവിടെ നിന്നാണ് സിനിമ ഇങ്ങനെ പോകുന്നത് കേട്ടോ. എന്തായാലും ഒരു ഫ്രെയിമിൽ 2 ട്രാപ്പിനുള്ള തുടക്കം വേണേ പറയാം. എന്തായാലും പടം അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമേ, നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഡയലോഗ് ഡെലിവറി അങ്ങോട്ട് ശരിയായിട്ട് തോന്നില്ല കേട്ടോ. നിനക്ക് എങ്ങനെ തോന്നിയല്ലേ? അതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇമോഷണൽ സീനൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി ഒരു കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് അങ്ങോട്ട് അല്ലേ, അഭിനയം മീൻസ് എക്സ്പ്രഷൻ വൈസ് ഒക്കെ ഓക്കെ, പക്ഷെ ഡയലോഗ് ഡെലിവറിയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങോട്ടൊരു എന്താ പറയാ ഒരു കൺവേ ആവാത്ത പോലെ തോന്നുന്നുണ്ടല്ലേ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പൊതുവേ ഈ ഉണ്ണി മുകുന്ദൻ സിനിമകളെല്ലാം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി അങ്ങനെ. ഈ ഡയലോഗ് ഡെലിവറിയിലേക്ക് വരുമ്പോഴത്തേക്കൊന്നും ഇങ്ങനെ കുഴഞ്ഞു സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എക്സ്പ്രഷൻ ബേസോ അഭിനയം ബേസോ പറയുമല്ല, ഡയലോഗ് ഡെലിവറി വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഇതായിട്ട് തോന്നി. പക്ഷെ ബാക്കി ഓവറോൾ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. എന്തായാലും മേപ്പടിയാൻ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് വരാം. നമ്മൾ മേപ്പടിയാൻ കണ്ട പാർത്ഥസാരഥി തിയേറ്റർ അല്ലേ, പറഞ്ഞു എന്താ അഭിപ്രായം? തിയേറ്റർ കുഴപ്പമില്ലായിരുന്നു, നല്ല തിയേറ്റർ ആയിരുന്നു, നല്ല വലിയ തിയേറ്റർ ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു. ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വലിയൊരു സ്ക്രീൻ ആയിരുന്നു, ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ തിയേറ്റർ ആയിരുന്നു അല്ലേ. പിന്നെ സീറ്റിന്റെ ഒരു ഹൈറ്റ് കുറച്ച് ഒരു പോരായ്മയായിട്ട് തോന്നിയല്ലേ. എല്ലാ സീറ്റും ഒരേ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നിയത്. അത് ഈ സാധാരണ നമ്മുടെ തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോപ്പ് കാണും എപ്പോഴും അല്ലേ. ബാക്ക് റോയിൽ ഇരിക്കുന്ന അവർ കുറച്ച് പൊങ്ങിയിരിക്കുന്ന അങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് പഴയ തിയേറ്റർ ആണല്ലോ, ഒരു 40 വർഷം പഴക്കമുള്ള തിയേറ്ററാണ്. 2017 എന്തോ ആണ് റിനോവേറ്റ് ചെയ്തത്. അപ്പം ബാക്കിൽ ഇരുന്നപ്പം കാണുന്നതിൽ വിഷ്വലി കുഴപ്പമൊന്നും
കുഴപ്പമൊന്നുമില്ല. എങ്കിലും ചിലരുടെയൊക്കെ തലയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ തൊട്ട് ഫ്രണ്ട് ഇരുന്നവരുടെ തലയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഈ സീറ്റ് നമ്മളിങ്ങനെ റിക്ലൈൻ ചെയ്യുമ്പോഴത്തേക്കും അധികം അങ്ങോട്ട് ചാരാറല്ലേ. ഇത് പക്ഷെ ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ പോയി കേട്ടോ. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ സീറ്റിനെ പറ്റി കുറ്റം പറഞ്ഞല്ലോ എന്ന് അങ്ങനെ നിങ്ങൾ പറയരുത്. ഇത് ഞങ്ങൾക്ക് നേരിട്ട് തോന്നിയ എക്സ്പീരിയൻസ് ആട്ടോ. ഇത് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ കിടന്ന് കാണത്തില്ലേ, അങ്ങനത്തെ ഒരു സീറ്റായിരുന്നു. സൂപ്പർ റിക്ലൈൻ സീറ്റ് എന്നൊക്കെ. പിന്നെ സൗണ്ടിനും വിഷ്വൽസിനും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സൗണ്ടും സ്ക്രീനും ഒക്കെ ഡീസന്റ് ആയിരുന്നു അല്ലേ. സീറ്റിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ തിയേറ്റർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. അപ്പോൾ കമന്റ് ചെയ്യുന്നവർ ആലോചിക്കുന്നുണ്ടാകും കമന്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന്. ഞങ്ങൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. അറിയാലോ, ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഒമിക്രോൺ വന്ന് തിയേറ്റർ പൂട്ടുന്നവരെ നമ്മളിത് തുടർന്നുകൊണ്ടേ ഇരിക്കും. പൂട്ടത്തില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.